ഈ മുഖം മൂടുന്ന പർദ്ദ നിക്കാബ് അത് കേരളത്തിൽ നിരോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇസ്ലാം മതമായിട്ട് 1400 കൊല്ലായി. അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ പർദ്ദ ഇട്ടിട്ട് ഒരാള് പ്രിയദർശിനി ബസ് കയറിയാൽ കണ്ടക്ടർ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ടർ നിങ്ങളുടെ മുഖം മാറ്റി നിങ്ങൾ ആണോ പെണ്ണോ നോക്കട്ടെ എന്ന് പറയാൻ പറ്റും. 10 വർഷങ്ങൾക്ക് ശേഷം UDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. ഈ ഒരു 3 മാസ കാലയളവിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സതീശൻ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത്രയും പ്രതീക്ഷ വളർത്തിയ ഒരു സർക്കാർ അധികാരി. അപ്പൊ ഗ്രൂപ്പില്ലാത്ത ഒരാൾക്ക് മുഖ്യമന്ത്രി ആവാൻ കഴിയാന്നുള്ളത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. VD സതീശനെതിരെയുള്ള മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം സംഘപരിവാർ അജണ്ട കേരളത്തിൽ കുത്തിനിറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ ഗവൺമെന്റിന്റെ ശോഭ കെടുത്തുന്ന ഒരു സംഗതിയാണ് ആ PM ശ്രീയിലുള്ള അവരുടെ അടിക്കാൻ പാടില്ലത്. ഒരു ചോണയായിട്ട് പറഞ്ഞിരുന്നതാണ്, വല്ലോരുമല്ല. സതീശൻ പ്രസംഗിച്ചൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. നേഷൻ ഫസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് MN കാരശ്ശേരി മാഷാണ്. നമസ്കാരം മാഷേ. നമസ്കാരം. ഇപ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷം UDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. ആദ്യത്തെ ഒരു മാസം 10ൽ 10 മാർക്ക് കിട്ടിയാണ് മുന്നോട്ട് പോയതെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി കുറേയധികം വിമർശനങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു 3 മാസ കാലയളവിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് സതീശൻ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത്രയും പ്രതീക്ഷ വളർത്തിയ ഒരു സർക്കാർ അധികാരമായിട്ടില്ല. അത്രയധികം പ്രതീക്ഷയായി. അതിൻ്റെ ഒരു ലക്ഷണം എന്താ വെച്ചാൽ ഈ കോൺഗ്രസിനകത്ത് എപ്പോഴും ഗ്രൂപ്പ് വലിയ പ്രശ്നമുണ്ട്. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാതിരുന്ന ഒരാളാണ് സതീശൻ. അതിൻ്റെ തെളിവ് എന്ന് വെച്ചാൽ 25 കൊല്ലം അദ്ദേഹം MLA ആയി, ഒരിക്കലും മന്ത്രിയായില്ല. അതിനൊക്കെ പ്രാപ്തി ഉണ്ടായിരുന്നു. കാരണം നന്നായിട്ട് സംസാരിക്കും, അഡ്വക്കറ്റാണ്, ഇംഗ്ലീഷും മലയാളമൊക്കെ അറിയാം, നന്നായിട്ട് പെരുമാറാൻ. മന്ത്രി ആവാതെ പോയത് ഗ്രൂപ്പില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഗ്രൂപ്പില്ലാത്ത ഒരാൾക്ക് മുഖ്യമന്ത്രി ആവാൻ കഴിയുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പിലായി മാത്രമല്ല UDF അകത്തുള്ളവരും ഒന്നിനും ഇല്ലാത്ത ഒരാളിലൊക്കെ സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞു. അത്ര പ്രതീക്ഷ ഉണ്ടാക്കി. അപ്പോൾ അത് വലിയ ഭാരമാണ്, അത്ര വലിയ പ്രതീക്ഷ എന്ന് പറയും. അപ്പോൾ അങ്ങനെ വന്നു. ഇപ്പം കോൺഗ്രസിനകത്ത് നേരത്തെ നമ്മൾ വാർത്തകളിൽ കണ്ടപ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവും, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും, അങ്ങനെ പല K മുരളീധരനാവും, അങ്ങനെ പല ഒക്കെ സാധാരണ ഉള്ളതാണ് ഏത് പാർട്ടിയിലുള്ള. അപ്പോൾ കോൺഗ്രസിനകത്ത് വളരെ സ്വാഭാവികമാണ്. CPM-നകത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവുമെങ്കിൽ അങ്ങനെ പുറത്തറിയുന്ന കുറച്ച് വൈകിയായിരിക്കും. എല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും റിപ്പോർട്ടുകളായി പുറത്തു വരിക. അപ്പോൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാണ്, എന്നോട് പലതും ചോദിച്ചു. ഞാൻ പറഞ്ഞു അവരൊന്ന് ഇരിക്കട്ടെ, ഒരു സാവകാശം നമ്മൾ കൊടുക്കാം, നമുക്ക് വിമർശിക്കാം. അതെ. അപ്പോൾ ഇപ്പോ VD സതീശൻ സർക്കാരിന്റെ ആദ്യത്തെ ഒരു മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ മാഷ ആദ്യം പറഞ്ഞതുപോലെ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷകളും വാനോളമായിരുന്നു. ഇപ്പോ പ്രിയദർശിനി പദ്ധതി വരുന്നു, തൂഫാൻ ആരംഭിക്കുന്നു, അങ്ങനെ പല പദ്ധതികളായിരുന്നു. പ്രിയദർശിനി പദ്ധതിയെ പറ്റി എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. എന്നുവെച്ചാൽ അതിന്റെ പ്രായോഗികമായ കാര്യങ്ങളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിന്റെ ഒരു പ്രായോഗികമായൊരു കാര്യം ഇപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തു. എന്താ വെച്ചാൽ ഈ മുഖം മൂടുന്ന പർദ്ദ നിക്കാബ് അത് കേരളത്തിൽ നിരോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ ആരാണ് നമ്മുടെ അടുത്ത് ബസ്സിലിരിക്കുന്നത്, ആരാണ് നമ്മുടെ തീവണ്ടിയിലിരിക്കുന്നത്, നമ്മുടെ വീട്ടിലേക്ക് ആരാ കയറി വരുന്നത് എന്നറിയാൻ നമുക്കൊരു അവകാശമല്ലേ. കാരണം ആൾമാറാട്ടത്തിന് ഏറ്റവും സൗകര്യമുള്ളത്. ഈ മുഖം മൂടിയിട്ട ഒരു പെണ്ണിൻ്റെ അടുത്ത് അവർ ഡോക്ടറാണെങ്കിൽ നിങ്ങൾ പോകും ഇല്ലല്ലോ. എഞ്ചിനീയറാണെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റും. ഒരു നർത്തകിയായിട്ടോ നടിയായിട്ടോ അധ്യാപികയായിട്ടോ വക്കീലായിട്ടോ രാഷ്ട്രീയക്കാരിയായിട്ടോ ഒരു പെണ്ണിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്നതാണ് ഈ മുഖം മൂടുന്ന നിക്കാബ്. ഞാൻ പറയുന്നത് തട്ടമിടുന്നതിനെ പറ്റിയല്ല, മക്കനിടുന്നതിനെ പറ്റിയല്ല, ശിരോവസ്ത്രം ഹിജാബിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, മുഖം മൂടുന്നതിനെ പറ്റിയാ. അത് അനിസ്ലാമികമാണ്. ഇസ്ലാമിന് അങ്ങനെ ഒരു വിധിയില്ല. കാരണം 25 കൊല്ലം മുമ്പ് ഇല്ലല്ലോ. ഇസ്ലാം മതമായിട്ട് 1400 കൊല്ലായി. അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ പർദ്ദ ഇട്ടിട്ട് ഒരാള് പ്രിയദർശിനി ബസ് കയറിയാൽ കണ്ടക്ടർ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ടർ നിങ്ങളുടെ മുഖം മാറ്റി നിങ്ങൾ ആണോ പെണ്ണോ നോക്കട്ടെ എന്ന് പറയാൻ പറ്റൂ? ഉടനെ മതവികാരം നിങ്ങൾ വോട്ട് ചെയ്യാൻ വന്നു, നിങ്ങൾ ഈ ആളാണോ എന്ന് എനിക്ക് അറിയണമെന്ന് ഒരു പ്രിസൈഡിംഗ് ഓഫീസർക്ക് പറയാൻ പറ്റൂ? ബാങ്കിൽ മാനേജറാണ് നിങ്ങൾ, ഒരാള് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വന്നു, ഐഡന്റിറ്റി എങ്ങനെയാ വെളിപ്പെടുത്തല്? ആലോചിച്ച് നോക്കൂ. അപ്പൊ അത് പെണ്ണുങ്ങൾക്ക് സാമൂഹിക ജീവിതം നിരോധിക്കുന്ന ഒന്നാ സാധനം, അത് നിരോധിക്കേണ്ടതാണ്. അല്ലെ എനിക്കൊരു സംശയമില്ല. അപ്പൊ ഇപ്പോ പ്രിയദർശിനി ബസ്സിന്റെ സംവിധാനം എന്ന് പറഞ്ഞത് ഞാൻ അതിനെ വളരെ സ്വാഗതം ചെയ്ത ഒരാളാണ്. കാരണം
സ്ത്രീകൾക്ക് അത് വലിയ സ്വാതന്ത്ര്യം കൊടുക്കും. കാശിൻ്റെ മാത്രമല്ല അത്. ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകണം, അല്ലെങ്കിൽ ഒരു വിരുന്നിന് പോകണം, അല്ലെങ്കിൽ ഗുരുവായൂർ തൊഴാൻ പോകണം, അല്ലെങ്കിൽ വേറൊരു ഉത്സവം കാണാൻ പോകണം, അല്ലെങ്കിൽ ഒരു ബന്ധുവിനെ കാണാൻ പോകണം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പൈസ ഒന്നുമില്ല എന്നാണ് ആണുങ്ങൾ പറയുക. അത് പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, എന്തിനാണ് അവൾ അങ്ങനെ പോണ്ട, അത് തടയാൻ ആണധികാരത്തിൻ്റെ ഒരു കാര്യം അത്. ഇപ്പൊ എനിക്കറിയുന്ന ഒരു കേസ് ഞാൻ പറയാം. രണ്ടുപേരും ഇപ്പം മരിച്ചുപോയി. ഭാര്യയും ഭർത്താവും രണ്ടാളും എൻ്റെ സുഹൃത്തുക്കളാണ്. വളരെ അടുപ്പുള്ള രണ്ടാളും അധ്യാപകരാണ്. പക്ഷേ ഈ എൻ്റെ സുഹൃത്ത് 1-ാം തീയതി അവളോട് ശമ്പളം കൊണ്ട് കൈനീട്ടി മേടിക്കും. പിന്നെ എല്ലാ ദിവസവും രാവിലെ ബസ്സിലും ചായക്കുള്ള പൈസ ഇവള് വാങ്ങിയിട്ട് വേണം പോവാൻ. അധികാരമാണത്. ഇങ്ങനെയുള്ള പല ഞാനൊരു ഉദാഹരണം പറയാം. അവര് MA പാസ്സായ ആളുകളാണ്, കോളേജ് അധ്യാപകരാണ്. അപ്പോൾ ഒരു ക്ലാർക്കോ ഒരു ഡ്രൈവറോ ഒരു കണ്ടക്ടറോ ഒരു സ്വീപ്പറോ ആയിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീയുടെ കാര്യം ആലോചിച്ച് നോക്കുക. അപ്പൊ ശമ്പളം കിട്ടിയാലും അത് ഭർത്താവിനെ ഏൽപ്പിക്കുന്ന സ്ഥിതിയാണ് പലയിടത്തും ഉള്ളത്. അപ്പോ ഒരു വഴിക്ക് പോകാനുണ്ട്, ഒരാൾ മരിച്ചു, അല്ലെ ഒരാൾ ബന്ധുവിന് സുഖമില്ല, അല്ലെ ഒരു സഹപാഠിയെ കാണണം, അല്ലെ ഒരു കല്യാണം ഉണ്ട്, അല്ലെ നേരത്തെ പറഞ്ഞ മാതിരി ഏതെങ്കിലും അമ്പലത്തിൽ തൊഴാൻ പോകണം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. കേരളത്തില് സ്ത്രീകളുടെ അവസ്ഥ മെച്ചപ്പെടുത്തിയത് എൻ്റെ കണക്കിന് പ്രധാനമായിട്ടും കുടുംബാസൂത്രണമാണ്. അന്ന് ഇവിടെ എല്ലാവരും എതിരായിരുന്നു. അതായത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് അതിനെ ഏറ്റവും അധികം എതിർത്തത്. 69-70 കാലത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ സ്വന്തം കുടുംബത്തിലെ കാര്യം പറയാം. എൻ്റെ ഉമ്മ 7 പെറ്റു, എൻ്റെ അളിയൻ്റെ ഉമ്മ 12 പെറ്റു, എൻ്റെ ഭാര്യ 3 പെറ്റുള്ളൂ. അതുകൊണ്ട് എന്തുണ്ട്, അവൾ പോസ്റ്റ് ഓഫീസ് ജോലിക്ക് പോയി. ഈ കല്യാണം കഴിക്കുക, മക്കളെ പെറുക, അവരെ പോറ്റുക, അങ്ങനെ ഒരു പേറ്റ് യന്ത്രമാണ് സ്ത്രീ. ഇപ്പൊ അത് മടങ്ങിയവരാണ്. ഇപ്പൊ പ്രവീൺ തൊഗാഡിയ പറയാണ് ഹിന്ദു സ്ത്രീ 10 പ്രസവിക്കണം പറയാ. കാരണം പ്രവീൺ തൊഗാഡിയൊക്കെ പ്രസവിക്കേണ്ട ബുദ്ധിമുട്ട് വരില്ലല്ലോ. ഇപ്പൊ ക്രിസ്ത്യൻ പൗരോഹിത്യം പറയാണ് 5 കുട്ടികളുടെ കുടുംബത്തിൽ അവർ സഹായധനം കൊടുക്കും, ജോലിയും കൊടുക്കും. എന്താണ് ഇതൊക്കെ? വോട്ടാണ്. ഒരാൾ എന്ന് പറഞ്ഞ ഒരു വോട്ടാണല്ലോ. അപ്പോ ഇതൊക്കെ സ്ത്രീകളാണ് ഇതിന്റെ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നത്. തിരക്കണ്ടില്ല. ഇനിയിപ്പം ചില ജലജീവികളുണ്ട്, അതിൽ മുട്ട വഹിക്കുന്നത് ആണുങ്ങളാണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ഏതോ പുസ്തകത്തിൽ. അതെ അതെ. ഇപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ശാസ്ത്രമൊക്കെ വളർന്നിട്ട് പ്രസവിക്കുന്നത് ആണുങ്ങൾക്കും പറ്റും എന്ന മട്ടിലാവുമെങ്കിൽ കുഴപ്പമില്ല. കാരണം പെണ്ണുങ്ങളെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ശൈശവ വിവാഹം, പെണ്ണുങ്ങളെ അടിച്ചിരുന്ന ഒരു ഏർപ്പാടാണ്. തുടക്കം തൊട്ട് തന്നെ അവർ പ്രസവിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അത് 8ഉം 10ഉം പെറ്റാൽ പിന്നെ ഒരു സ്ത്രീക്ക് ജീവിതം വേറെയില്ല. ഈ മക്കളെ പെറ്റുപോറ്റുക എന്നുള്ളത് മാത്രമാവും ജീവിതം. അന്ന് മാറിയിട്ട് അവർക്ക് പഠിക്കാനുണ്ട്, പഠിപ്പിക്കാനുണ്ട്, ഗവേഷണം നടത്താനുണ്ട്, പാട്ടുപാടാനുണ്ട്, സിനിമയിൽ അഭിനയിക്കാനുണ്ട്, രാഷ്ട്രീയത്തിൽ മത്സരിക്കാനുണ്ട്, ജയിക്കാനുണ്ട്, തോൽക്കാനുണ്ട്, കൃഷി ചെയ്യാനുണ്ട്, പലതുണ്ടല്ലോ. ഇപ്പൊ ഈ മുഖം മൂടുന്ന പറഞ്ഞിട്ട് ഒരാൾ ഞാറ് കടാൻ പോകാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇതിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്റെ ജീവിതം എന്ന് അംഗീകരിക്കുന്ന സ്ത്രീകളും ഉണ്ട്. അതെ, അല്ല, ഈ സ്ത്രീകളെ പുരുഷാധിപത്യ മൂല്യങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. അതാണ് നല്ലത്. അതല്ല, ഇപ്പോ ഒരു സതി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പുരുഷന്റെ ചെതയിൽ ചാടി പച്ച ജീവനോടെ ഒരു പെണ്ണ് ദഹിച്ചു പോവാ. അത് പലപ്പോഴും അവളെ കത്തിക്കുകയാണ്. അത് ശരിയാണ്, ഞങ്ങൾക്ക് അതിന് അവസരം വേണം എന്ന് പറയുന്ന പെണ്ണുങ്ങൾ ലക്ഷക്കണക്കിന് ഇന്ത്യയിലുണ്ട്. 1987 ആലോചിച്ച് നോക്കൂ. 1987 രാജസ്ഥാനിലെ ദേവരാല ഗ്രാമത്തില് രൂപ് കൻവ എന്നുള്ള ഒരു പെൺകുട്ടി സതിയായി. എന്ന് പറഞ്ഞാൽ അവള് BCom പഠിക്കുകയാണ്. അവളുടെ ഭർത്താവ് മരിച്ചു എന്നറിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ അവൾക്ക് പാലില് ഭംഗ് കലക്കി കൊടുത്തിട്ട് മണവാട്ടി വേഷം ധരിപ്പിച്ച് അവളെ ഈ ചെതയിൽ വെച്ച് കത്തിക്കുകയാണ്. അതിനെതിരായിട്ട് പല ബഹളുണ്ടായപ്പോൾ അനുകൂലമായിട്ട് കുറെ ആളുകളുണ്ടായി. ഇപ്പൊ ഞങ്ങളൊക്കെ കോഴിക്കോട്ടൊക്കെ ബഹളുണ്ടാക്കിയതാ. കേട്ടോളൂ. ബോംബെ, കൽക്കട്ട, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിൽ 10,000-കണക്കിന് സ്ത്രീകൾ ഞങ്ങൾക്ക് സതി അനുഷ്ഠിക്കാൻ സ്വാതന്ത്ര്യം വേണമെന്ന് പ്രകടനം നടത്തി. അന്ന് 1829 സതി നിരോധിച്ച രാജ്യമാണ് ഇന്ത്യ. ബ്രിട്ടീഷുകാരെ നിരോധിച്ച് വില്യം ബെന്റിങ്ങിന്റെ കാലത്ത്, വില്യം ബെന്റിങ് വൈസ്രോയി ആയിരിക്കുമ്പോൾ 1829. 1987 ഇന്ത്യൻ പാർലമെന്റ് നിയമം പാസ്സാക്കി. എന്താ പാസ്സാക്കിയെന്നറിയോ? സതിയെ മഹത്വവൽക്കരിക്കുന്ന മട്ടിൽ പ്രസംഗിക്കുന്നതോ എഴുതുന്നതോ പ്രവർത്തിക്കുന്നതോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ കുറ്റകൃത്യമാണ് എന്ന്
അത് ക്രിമിനൽ ആക്ടാണ്. ഇപ്പം നിലവിലുണ്ട് ഇവിടെ. ഇപ്പോഴും സതി ഇന്ത്യയിൽ എവിടെ നടക്കുന്നില്ല എന്ന് എനിക്ക് വിചാരമില്ല, വാർത്ത വരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും. കാരണം സതീദേവി എന്നാ പറയാ, സതീദേവി ഉണ്ടായാൽ ആ കുടുംബത്തിന് പിന്നെ ഐശ്വര്യമായി, ആ ഗ്രാമത്തിന് പിന്നെ വെറുതെയില്ല, വെള്ളപ്പൊക്കമില്ല, കൃത്യമായിട്ട് മഴ കിട്ടും, കന്നുകാലികൾക്ക് കൂടുതൽ പാലുണ്ടാവും, വിള നന്നായിട്ടുണ്ടാവും. എന്നൊക്കെ അന്ധവിശ്വാസമാണ് ഇവിടെ. അപ്പൊ അത് പെണ്ണുങ്ങളെ അനുകൂലിക്കുന്നപ്പോ ബഹുഭാര്യത്വം നിരോധിക്കുക എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ബഹുഭാര്യത്വത്തെ അനുകൂലിക്കുന്ന മുസ്ലിം പെണ്ണുങ്ങൾ എത്രയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് സ്വർഗത്തിൽ അതുകൊണ്ട് പ്രത്യേക പദവി കിട്ടുന്നത് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ പുരുഷാധിപത്യ മൂല്യങ്ങളിലാണ് മിക്ക മതങ്ങളും നിൽക്കുന്നത്. അപ്പൊ അത് ഈ പെൺകുട്ടികളെ പഠിപ്പിക്കും. അവര് പിന്നെ അതാണ് അവര് പറയാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാൻ പോലെ പ്രിയദർശിനി ബസ് എന്നുള്ള ഒരു സംവിധാനത്തിന് എൻ്റെ സുഹൃത്താണ് CP ജോൺ, അദ്ദേഹത്തിന്റെ വകുപ്പ് നടപ്പാക്കി എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പ്രായോഗികമായി പ്രശ്നങ്ങളുടെ അപ്പൊ പരിഹരിക്കാമെന്നേ. എല്ലാം പഠിച്ചിട്ടല്ലല്ലോ നമ്മൾ ചെയ്യാം. നമ്മൾ ചില ആശയം ആദർശം വെച്ച് ചെയ്യുന്നു, പിന്നെ അതിൽ തെറ്റ് വരുമ്പോൾ അത് തിരുത്തുന്നു, അല്ലെങ്കിൽ പുതിയ നിയമം ഉണ്ടാക്കുന്നു, അങ്ങനെയാണത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇനി VD സതീശനെതിരെയുള്ള മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം സംഘപരിവാർ അജണ്ട കേരളത്തിൽ കുത്തിനിറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് വെറും ഇടതുപക്ഷ ആരോപണങ്ങൾ അല്ലെങ്കിൽ അജണ്ടകൾ മാത്രമായി ഒതുങ്ങി പോകുമോ? അല്ല, അതിലൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ PM ശ്രീ എന്നുള്ള സംഗതി വന്നപ്പോൾ 2025 ഒക്ടോബർ മുതൽ ഗവൺമെന്റ് ആരംഭിക്കുന്നത് വരെ VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ്സുകാർ, മുസ്ലിം ലീഗുകാർ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്ത്, PM ശ്രീ ആപത്താണ്, അത് സംഘപരിവാർ അജണ്ട കൊണ്ടുവരുന്നതാണ് ആണല്ലോ. ഇപ്പോ അത് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. അപ്പൊ സംശയം ഉണ്ടാവും. കാരണം ആ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു പിണറായി ഗവൺമെന്റ്, തർക്കല്ല, അത് കാലഹരണപ്പെടും, ഉണ്ടായിരുന്നാ മതി. ഇപ്പൊ ഈ സംശയം ഉണ്ടാക്കുന്നത് സംഘപരിവാറിന്റെ ഒരു അടിയിൽ കൂടി ഒരു ഡീലുണ്ടോ VD സതീശൻ മന്ത്രിസഭയ്ക്കെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ PM ശ്രീ വന്നു അല്ല എന്താണെന്നറിയാലോ. അതിലിപ്പോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ട്, ദേശീയ വിദ്യാഭ്യാസ നയം മോദി ഗവൺമെന്റിന്റെയാണ്. അതിൽ മുഴുവൻ ഇപ്പോൾ ഒരു താരം പറയും ജ്യോതിഷം പഠിപ്പിക്കുക, ആലോചിച്ചു ഇത്ര ഒരു കപട ശാസ്ത്രം കുട്ടികളെ പഠിപ്പിക്കുക. ഇപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഒന്ന് ശൈശവ വിവാഹമായിരുന്നു, വേറൊന്ന് സതിയായിരുന്നു, വേറൊന്ന് ഈ ജാതകം നോക്കല, ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവിടുത്തെ കോടിക്കണക്കിന് സ്ത്രീകളെ കൊലവിളിക്കുന്ന ഒരു പരിപാടിക്കാണ് ജ്യോതിഷം എന്ന് പറയാം, എന്റെ പ്രവചനം എന്ന് പറയാം. അപ്പൊ അത് പഠിപ്പിക്കുക. ഒരു ഉദാഹരണം പറയണേ, അങ്ങനെ എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ ഈ ഹിന്ദു പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുപടി അന്യായങ്ങൾ, അനാചാരങ്ങൾ, ഇപ്പൊ അയിത്തം അല്ലെങ്കിൽ ഈ ജാതിക്കോയ്മ അല്ലെ പുരോഹിതാധിപത്യം, ഈ തരം കാര്യങ്ങളൊക്കെ ഈ മനുസ്മൃതി മാതിരിയുള്ള പിന്തിരിപ്പൻ പാഠങ്ങൾ ഇത് മുഴുവൻ പഠിപ്പിക്കുന്നതും കൂടിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം. കാരണം കോൺഗ്രസ് സതീശൻ നിൽക്കേണ്ട എവിടെയാ? അദ്ദേഹം നെഹ്റുവിനെയാണ് ഉദ്ധരിക്കുക. നെഹ്റു ആരാണ്? യുക്തിചിന്തയ്ക്കും ശാസ്ത്രീയ ബോധത്തിനും പുരോഗമനത്തിനും ആധുനികതയ്ക്കും വലിയ പ്രാധാന്യം കൊടുത്ത ഒരാളാണ്. അണക്കെട്ടുകളെ പറ്റി അദ്ദേഹം തീർത്ഥാടന കേന്ദ്രം എന്ന് പറഞ്ഞു. ഭക്രാനങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി നമ്മുടെ ജനങ്ങളുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇത്തരം അണക്കെട്ടുകളായിരിക്കുന്നതാണ്. അത്ര മുന്നോട്ട് പോയ ഒരാളാണ് നെഹ്റു. 17 കൊല്ലം അദ്ദേഹം തുടർഭരണം ഉണ്ടായിട്ടാണ് ഇന്നിപ്പോ ഇന്ത്യ എത്രയെങ്കിലും നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്നെ നശിച്ചു പോയതൊക്കെ. അപ്പോ PM ശ്രീയെ തള്ളിപ്പറയാൻ ആലോചിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഈ സംശയം വരും, ചെയ്യാൻ പാടില്ലാത്ത അത് മിണ്ടായിരുന്നാ മതി. അതിന്റെ ആ ഒപ്പിട്ടൊരു കാലപരിധി ഉണ്ടാവുമല്ലോ. പിന്നെ അതിന് പിന്മാറാൻ സാധിക്കും എന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്താക്കി, രാജ്യസഭയിൽ പൈസ കൊടുത്തിട്ടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്താക്കി. ഇനി ഒന്നും മിണ്ടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞങ്ങളത് പഠിക്കാൻ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ MLA ആണ് വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ അദ്ദേഹം അവർക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് വകയില? അവർ പഠിക്കാതെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പഠിക്കാതെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല. അപ്പൊ നിങ്ങൾ എന്താ അന്ന് പറഞ്ഞത് എന്താ അർത്ഥം? അതെ, അതൊരു ഇരട്ടത്താപ്പാണോ എന്ന് ചോദിക്കുന്നത് ന്യായമല്ലേ? സംശയം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ശോഭ കെടുത്തുന്ന ഒരു സംഗതിയാണ് ആ PM ശ്രീയിലുള്ള അവരുടെ അടിക്കാൻ പാടില്ലത്. ഇവര് ചുണയായിട്ട് പറഞ്ഞിരുന്നാണല്ലോ, വല്ലവരുമല്ല.
സതീശൻ പ്രസംഗിച്ചൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. സതീശൻ അന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, അത് കേരള ഗവൺമെന്റിന്റെ സ്വയം ഭരണാധികാരം, ഓട്ടോണമി ഇല്ലാതെയാക്കുന്ന. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ വകുപ്പുകളൊക്കെ 3 ഒന്ന് യൂണിയൻ ലിസ്റ്റ്, എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ റെയിൽവേ. വേറൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റിന് മാത്രം കൈകാര്യം ചെയ്യുന്നത് വിദ്യാഭ്യാസം അതിൽപ്പെട്ടതാ ആണല്ലോ. കാരണം നമ്മുടെ ഭാഷ, നമ്മുടെ സമ്പ്രദായങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ വളരെ കർണാടകയിൽ നിന്നോ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നൊക്കെ വ്യത്യാസമാണ്. പിന്നെ വേറൊന്നുണ്ട് കൺകറന്റ് ലിസ്റ്റ്. അത് ഈ 2 കൂട്ടർക്കും ഒരുപോലെ ചെയ്യാവുന്ന. അടിയന്തരാവസ്ഥ കാലത്ത് 1976 42ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത്. അത് തന്നെ ബുദ്ധിമുട്ടാണ്. കൺകറന്റ് ലിസ്റ്റിൽ വരേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഈ 500ഓളം നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർന്ന് ഉണ്ടാക്കിയ ഒരു രാജ്യം, പല പാരമ്പര്യങ്ങൾ, പല കാലാവസ്ഥ, പല ഭൂപ്രകൃതി, പല ഭക്ഷണ സമ്പ്രദായങ്ങൾ, പല സംസ്കാരം. അപ്പൊ ഇവിടെയൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ കാര്യം ആലോചിച്ച് നോക്കൂ. ഇവിടെ ആദിവാസികളുണ്ട്, അവരുടെ കൾച്ചറും സംസ്കാരവും നമ്മളായിട്ട് വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ പാഠ്യപദ്ധതി ഒക്കെ ഉണ്ടാക്കുന്നത് സംസ്ഥാനത്തിൻ്റെതായിരിക്കേണ്ടതാണ്. അതിപ്പോ കൺകറന്റ് ലിസ്റ്റിൽ പെടുത്തി 76 തൊട്ട് അടിയന്തരാവസ്ഥയിലെ ഒരു കാര്യമാണെന്ന് ആലോചിക്കണം. അപ്പൊ ആ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടൊരു സാധനം ഇപ്പോ അതിനേക്കാൾ കൂടുതൽ, അതായത് ഈ PM ശ്രീ പദ്ധതി വന്നു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് തിരഞ്ഞെടുക്കുന്ന ചില സ്കൂളുകൾക്ക് മാത്രമേ സാമ്പത്തിക സഹായം കിട്ടുള്ളൂ. അത് തന്നെ 60% അവർ, 40% നമ്മളുമാണ്. എന്നിട്ട് അവിടെയൊക്കെ PM ശ്രീ എഴുതി വെക്കണം. ഇവരുടെ ദേശീയ നയവുമായിട്ട്, വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധം വേണ്ടി വരും. എവിടെ എത്തിച്ചാല് ഇപ്പൊ ഗുജറാത്തില് ഉണ്ടായി എന്നാണ് ഞാൻ വായിച്ചത്. മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താ ചോദ്യം ചോദിക്കാൻ. ഇപ്പൊ ഉദാഹരണം പറയാം. ഇപ്പോ BJPയുടെ വളരെ പ്രധാനപ്പെട്ട ചരിത്രപരമായ നിലപാടെന്നറിയാം, ഇന്ത്യയിലെ ആദിവാസികൾ എന്ന് പറയുന്നത് ആര്യന്മാരാണെന്നാ. നമ്മൾ ഈ അടുത്ത കാലം വരെ പഠിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ആര്യന്മാര് ഏഷ്യയുടെ പല ഭാഗങ്ങളിലും ഇന്ത്യയിലേക്ക് വന്നവരാണ് എന്നാ. കാരണം അവർക്ക് കേൾക്കാൻ വയ്യ. കാരണം പുറമേ നിന്ന് വന്നു എന്ന് പറയുന്നത് എന്താണ്? 1 ഇസ്ലാം മതം, 2 ക്രിസ്തു മതം, 3 കമ്മ്യൂണിസം, 4 സെക്യുലറിസം, പിന്നെ ഡെമോക്രസി ഇവിടെ ഉണ്ടായി എന്നാണ് അവർ പറഞ്ഞത്. ചരിത്രം മാറ്റുന്നത് ഡെമോക്രസി. ജാതി ഉള്ളിടത്ത് എന്ത് ഡെമോക്രസിയാ? ഇവിടെ ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഗ്രാമങ്ങളുടെ സ്വയംഭരണം ഉണ്ടായിരുന്നു. അപ്പോഴും അതിനകത്ത് ആധിപത്യം ആർക്കാണ്? ഒന്ന് മേൽജാതി എന്ന് സ്വയം വിളിക്കുന്ന കൂട്ടർക്കാണ്, വരുന്നത് പുരുഷന്മാർക്കാണ്. സ്ത്രീകൾക്ക് ഒരു സേ ഉള്ള പാരമ്പര്യം ഇന്ത്യയിൽ ഇല്ലല്ലോ. പിന്നെ നീചജാതി, ഹീനജാതി, ചണ്ടാലൻ, ശൂദ്രൻ എന്നൊക്കെ അവർ വിളിക്കുന്ന ആൾക്ക് യാതൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല, എവിടെയില്ല. അപ്പൊ ഇപ്പൊ അവരെന്താ പറയുന്നത്? ജനാധിപത്യത്തിന്റെ മാതൃഭൂമിയാണ് ഇന്ത്യ എന്ന്. നല്ല വർത്താനല്ലേ? നമ്മൾ അറിയുന്ന ജനാധിപത്യം ഉണ്ടായത് ഗ്രീസിലാണ് 2500 കൊല്ലം മുമ്പ്, ഏതൻസിലൊക്കെയാണ്. അവിടുന്ന് ഇംഗ്ലീഷുകാർ വഴിക്കാണ് നമുക്കത് കിട്ടിയത്. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടാണ് ഇതൊക്കെ നമുക്ക് തിരിഞ്ഞത്. പക്ഷെ നമുക്ക് തിരിയുന്ന സാധനം ജാതിയാണ്, പിന്നെ പുരുഷാധിപത്യമാണ്, പിന്നെ രാജാധിപത്യമാണ്. ഇപ്പൊ ഹിന്ദുക്കളുടെ ഒരു ടെക്സ്റ്റിലും ജനാധിപത്യം ഇല്ലല്ലോ. ഇപ്പൊ രാമൻ രാജാവായത് കോസലത്തിലെ രാജാവായ ദശരഥന്റെ മൂത്ത മകനായതുകൊണ്ടാണ്. മുസ്ലിങ്ങളുടെ ഏതെങ്കിലും വേദഗ്രന്ഥത്തിൽ ജനാധിപത്യം ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഖുർആനിലോ നബിയോജനോ ജനാധിപത്യം ഉണ്ടാവില്ല, ഇല്ലല്ലോ. അപ്പൊ ഇത് ജനാധിപത്യത്തിന്റെ സ്വഭാവം കുറച്ചെങ്കിലും കാണിച്ച ഒരാൾ ബുദ്ധനാണ്, വേറൊരാൾ ക്രിസ്തുവാണ്. ക്രിസ്തു ഇപ്പോ തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകും. അദ്ദേഹത്തിന്റെ ഒരു വചനമുണ്ട്, ജനങ്ങളുടെ നേതാവാകാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം അവരുടെ ദാസനാവട്ടെ എന്ന്. ഒക്കെ ജനാധിപത്യ, അതിന്റെ ഒരു ചെറിയ അംശങ്ങളാ. അദ്ദേഹം ജനാധിപത്യം ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറയാണ്. ഇപ്പൊ ബുദ്ധന്റെ ആശ്രമത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കും. കാരണം സ്ത്രീ പുരുഷ സമത്വത്തിന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അത് ഇവർക്കാർക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പറയുന്നത് ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരുണ്ട്, 12 ആണുങ്ങളാ. 12 ആണുങ്ങളാണ്, അതിലൊരു പെണ്ണില്ല. നിനക്കുണ്ട്. ഞാൻ പറയുന്നത് അപ്പോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, PM ശ്രീ തുടങ്ങിയുള്ള കാര്യങ്ങൾ 100% തള്ളിപ്പറയണം, കഴിയുന്ന വേഗം തള്ളിപ്പറയണം സതീശൻ ഗവൺമെന്റ്. അതെ, അന്ന് പറഞ്ഞത് എഗ്രിമെന്റ് അറബിക്കടലിൽ കീറിക്കളയുകയാണെങ്കിൽ അത് ചെയ്യണം. അല്ല, അന്ന് PM ശ്രീ അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ് KM ഷാജി ഇന്ന് മന്ത്രിയാണ്. അദ്ദേഹം ഇപ്പൊ വർത്താനം പറയുന്നില്ല. അദ്ദേഹം എന്താ കാരണം? ഇതിനെ തന്നെയാണ് എല്ലാവരും ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പ് പറഞ്ഞത്. അല്ല, അന്ന് സതീശൻ പറഞ്ഞ വേറൊരു കാര്യം, LDF ഇതിനകത്ത് ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസഭയ്ക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ല, CPI-നെതിരാണ്. ഇതൊക്കെ ആയിട്ട് ഇവർ ഒന്ന് ഒപ്പിട്ടു.
അത് ഇരട്ടത്താപ്പാണ്. അകത്തൊന്നും പുറത്തു പോർന്നു. എന്നിട്ട് അത് ഇവർക്കും ബാധകമാണ് ഇപ്പൊ. അതെ, ഇപ്പൊ ഇവർ പറഞ്ഞത് അയ്യോ ഒപ്പിട്ട് പോയി. ഒപ്പിട്ട് നിങ്ങളല്ലല്ലോ, രണ്ടാം പിണറായി സർക്കാർ ഒപ്പിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം? അപ്പൊ ആ ഗവൺമെന്റ് തുടർച്ചയല്ലല്ലോ ഇത്. പിന്നെ അവരോട് പൈസ വാങ്ങാനും അവരോട് വർത്താനം പറയാനും അവരോട് ശൃംഗരിക്കാനും പോകേണ്ട കാര്യമില്ല.